കേരളത്തിലെത്തിയ യാക്കോബായ സഭയുടെ പരമാധ്യക്ഷൻ ഇഗ്നാത്യോസ് അഫ്രേം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവ മടങ്ങുകയാണ്. ചൊവ്വാഴ്ചയാണ് സിറിയയിലേക്ക് മടങ്ങുക. സിറിയയിൽ ആഭ്യന്തര കലാപം രൂക്ഷമായ സാഹചര്യത്തിലാണ് തീരുമാനം. ലേബി സജീദനുണ്ട് വിശദാംശങ്ങളുമായി. ലേബി, എന്തായാലും ബാവ മടങ്ങുകയാണ്. ആഭ്യന്തര കലാപം രൂക്ഷമായ ഒരു സാഹചര്യം തന്നെ കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു പെട്ടെന്നുള്ള മടക്കമാണല്ലേ? ആര്യ, ഏറ്റവും സുപ്രധാനമായ വിവരമാണ് ഇത്. പാത്രിയാർക്കീസ് ബാവ 10 ദിവസത്തെ സന്ദർശനത്തിനായാണ് ഇന്നലെ കേരളത്തിലെത്തിയത്. നാളെ ശ്രേഷ്ഠ ബസേലിയോസ് തോമസ് പ്രഥമൻ കാത്തോലിക്ക ബാവയുടെ 40ാം ചരമദിനത്തിൽ പങ്കെടുക്കാനാണ് പ്രധാനമായും അദ്ദേഹം വന്നത്. ആ ചടങ്ങിന് ശേഷം മറ്റന്നാൾ തന്നെ മടങ്ങും എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിൽ നമ്മൾക്ക് ലഭിക്കുന്നത്. ചൊവ്വാഴ്ച അദ്ദേഹം മടങ്ങിയേക്കും. സിറിയയിലേക്കാണ് മടക്കം. അവിടെ ദമാസ്കസിൽ പാത്രിയാർക്കീസ് ബാവയുടെ അരമനയ്ക്ക് വരെ ആഭ്യന്തര കലാപത്തിൽ ഭീഷണി ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് മടക്കം. അവിടെ വിശ്വാസികളെ നേരിട്ട് കണ്ട് ആശ്വസിപ്പിക്കാൻ മടങ്ങുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ സഭാ കേന്ദ്രത്തിൽ നിന്ന് ഏറ്റവും ഒടുവിൽ നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. 17-നാണ് മടക്കം തീരുമാനിച്ചിരുന്നത്. നാളെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിൽ ശ്രേഷ്ഠ ബാവയുടെ 40ാം ചരമദിന ശുശ്രൂഷയിൽ പങ്കെടുത്തതിന് ശേഷം മഞ്ഞനിക്കരയിലേക്ക് പോകും, പത്തനംതിട്ടയിലേക്ക് പോകും. അവിടെ നിന്ന് 17-ന് മടങ്ങുമെന്നാണ് തീരുമാനിച്ചിരുന്നത്. ആ യാത്രയാണ് ഇപ്പോൾ 4ാം ദിവസം മടങ്ങാനായി വെട്ടിച്ചുരുക്കിയിരിക്കുന്നത്. ആര്യ, ഓക്കെ, പാത്രിയാർക്കീസ് ബാവ മടങ്ങുകയാണ്. സിറിയയിലെ ആഭ്യന്തര കലാപം രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് പെട്ടെന്നുള്ള ഒരു മടക്കവും. ലേബി സഞ്ജീതനാണ് വിശദാംശങ്ങൾ നൽകിയത്.